ഞാനിപ്പോൾ എൻ്റെ ഫുൾ ലഗേജുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർക്കാണ്. ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു ബ്യൂട്ടി പേജന്റ് ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മടി കാരണമാണ് വ്ളോഗ് ഇത്രയും ഡിലേ ആയത്. അതുമാത്രമല്ല, എൻ്റെ മണ്ടത്തരം കൊണ്ട് വീഡിയോ മൊത്തം ഞാൻ പോർട്രേറ്റിൽ ഷൂട്ട് ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ വീഡിയോ ഒരു 2-3 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലായിടത്തേക്കും ഞാനൊരു ഫുൾ വീഡിയോ ആയിട്ട് യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്തേനെ. പിന്നെ എൻ്റെ ലഗേജ് കണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ കൊച്ചിയിൽ എൻ്റെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഞാൻ തൃശ്ശൂർ വന്ന് ഈ കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്ത് ഞാൻ നേരെ എൻ്റെ നാട്ടിലോട്ട് വരികയായിരുന്നു. 9:30 ആയിരുന്നു ഞങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞത്. ഞാനൊരു 9 o'clock ആകുമ്പോഴത്തേക്കും ഹോട്ടലിൽ എത്തിയിട്ടുണ്ടായി. ഞങ്ങളുടെ ഗ്രൂമിങ്ങും പിന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരുന്നത് തൃശ്ശൂർ സോന ഹോട്ടലിലായിരുന്നു. 10 o'clock ഷാർപ്പ് എൻ്റെ ഗ്രൂമിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി. ഇതാണ് വി സർ ആയിരുന്നു ഞങ്ങളുടെ ട്രഡീഷണൽ റൗണ്ടിലേക്കുള്ള കൊറിയോഗ്രാഫർ. ഞങ്ങളുടെ ഗ്രൂമിങ് ടൈമിൽ ആക്ച്വലി അവിടെ ഫോൺ അലൗഡ് ആയിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു. ആൻഡ് ദിസ് മൊമെൻറ്റ് ആക്ച്വലി ഐ വാസ് സോ എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി അറ്റ് ദ സെയിം ടൈം ബിക്കോസ് ഞാൻ ഡ്രീം ചെയ്ത ഒരു മൊമെൻ്റ് ആയിരുന്നു ഇത്. ബിക്കോസ് ഫസ്റ്റ് ടൈമാണ് ഞാൻ പെജൻറ്റിൽ ഇറങ്ങാൻ പോണേ. അപ്പോൾ എൻ്റെ പേര് വെച്ചിട്ടുള്ള ഒരു സാഷ് എനിക്ക് കിട്ടിയപ്പോൾ ഐ വാസ് റിയലി ഹാപ്പി. ആൻഡ് ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ടാലൻറ്റ് റൗണ്ട് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഡാൻസ് ആയിരുന്നു ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ടാലൻറ്റ് റൗണ്ട് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾക്ക് വെസ്റ്റേൺ റൗണ്ടിലോട്ടുള്ള കൊറിയോ ഉണ്ടായിരുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നൈറ്റായി. പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിച്ച് നേരെ റൂമിലോട്ട് വന്നു. ഇതാണ് എൻ്റെ റൂംമേറ്റ്സ് നിത്യ ആൻഡ് സന്ദന. ഞങ്ങൾ ഇവിടുന്ന് പരിചയപ്പെട്ടതാണ്. ബട്ട് ദേ വർ സോ ഫ്രണ്ട്ലി. ആൻഡ് ഞങ്ങൾ ഒരുപാട് സ്റ്റോറീസ് ഒക്കെ പറഞ്ഞ് ഗെയിംസ് ഒക്കെ കളിച്ച് ഞങ്ങൾ 3 മണിയാകുമ്പോഴാണ് ഉറങ്ങിയത്. ലേറ്റായിട്ട് കിടന്നുകൊണ്ട് തന്നെ നല്ല ലേറ്റായിട്ട് എണീറ്റത്. 9 മണിക്കായിരുന്നു റിപ്പോർട്ടിംഗ് ടൈം. പക്ഷെ ഞാൻ എഴുന്നേൽക്കുമ്പോഴത്തേക്കും 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വേറൊരാൾ കൃത്യം 9 മണിയായപ്പോൾ തന്നെ റെഡി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവളുടെ കാര്യം പറയേ വേണ്ട, എണീറ്റിട്ട് പോലും ഇല്ല. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ച് ഫ്രഷ് ആയി, കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡിയായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. നമുക്ക് പ്ലെയിൻ വൈറ്റ് ടോപ്പ് ആയിരുന്നു നമ്മുടെ ഡ്രസ് കോഡ് പറഞ്ഞിട്ടുണ്ടായത്. എൻ്റെ കയ്യിലുള്ള പ്ലെയിൻ വൈറ്റ് ടോപ്പ് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ പെട്ടെന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഓൾറെഡി അവർ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെ ചെയ്ത കൊറിയോ ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്തു. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. ഇതാണ് ഞങ്ങളുടെ മിസ് കാറ്റഗറി പെജന്റിന് ഇറങ്ങാൻ പോണ ഹോൾ ടീം. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് തൃശ്ശൂർ ടോണി ആൻഡ് ഗൈലാണ്. ഇവരായിരുന്നു ഞങ്ങളുടെ മേക്കപ്പ് പാർട്ട്ണർ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞാനിതിൻ്റെ ഫൈനൽ ഔട്ട് മാത്രം കാണിക്കാം. ബിക്കോസ് എല്ലാ സ്റ്റെപ്സും കാണിക്കുകയാണെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. 2 റൗണ്ട്സിലേക്കുള്ള കോസ്റ്റ്യൂം, മേക്കപ്പ്, ഓർണമെന്റ്സ് ഇതൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിലൊന്നും എനിക്ക് അധികം ടെൻഷൻ അടിക്കേണ്ടി വന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് റൗണ്ട് ട്രഡീഷണൽ റൗണ്ടിലേക്കുള്ള ഫൈനൽ ലുക്ക് വരുന്നത്. ഇവിടുന്ന് ഞങ്ങൾ നേരെ തൃശ്ശൂർ ഹയാത്തിലോട്ടാണ് പോയത്. അവിടെ ആയിരുന്നു ഞങ്ങൾക്ക് കോമ്പറ്റീഷൻ. അപ്പോൾ കോമ്പറ്റീഷൻ്റെ ബാക്കി ഡീറ്റെയിൽസും വീഡിയോസും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പാർട്ട് 2 വേണ്ടി വെയിറ്റ് ചെയ്യാം. ബൈ.